ഈ വീഡിയോയിൽ നമ്മൾ 100 മേനി കൃഷിയും 100 മേനി ആരോഗ്യം സൗന്ദര്യമൊക്കെ കിട്ടാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, പച്ചക്കറി കൃഷിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ചീര കണ്ടല്ലോ നിങ്ങൾ, ഞാൻ പറഞ്ഞു തനിയെ മുളയ്ക്കണ ചീരയാണ്. ഇപ്പോൾ ഇത് 100 മേനി ആരോഗ്യം എന്ന് പറയണത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നൊന്നും അടിക്കണില്ല, അല്ലെങ്കിൽ രാസമരുന്നൊന്നും അടിക്കണില്ല, ഇച്ചിരി ഓട്ടയുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ മുളച്ച കാരണം നമുക്ക് അത്ര വലിയ കയറ് കൊടുത്തില്ലെങ്കിലും ഇത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഹെൽത്തിന് 100 മേനിയാണ് അല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ശരീരം അതുപോലെ തന്നെ ആവണ്ടേ സൗന്ദര്യവും. അപ്പോൾ അതിനുള്ള എളുപ്പവഴി, ഇപ്പോൾ ഇതിൻ്റെ കടക്കിലൊക്കെ അതേ നോക്കിയേ പുല്ല് മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ അങ്ങനെ വന്നിട്ട് ഇതിനൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഉണ്ട്. അപ്പോൾ ഇത്തിരി നനച്ച സമയമാണെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് പറിച്ചാൽ അങ്ങോട്ട് പോരും. ഈ പുല്ല് ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി പണിയാണ്. കണ്ടത് ഇതൊക്കെ പൂവായി തുടങ്ങി. അപ്പോൾ ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ 10 എണ്ണം പറിക്കണമെങ്കിൽ നമ്മൾ 20 എണ്ണം പറിക്കേണ്ടി വരും. അപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വന്നിട്ട്, രാവിലെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. എൻ്റെ ഒരു വിജയം എനിക്ക് തോന്നിയിട്ടുള്ളത് രാവിലെയാണ്. അപ്പോൾ ഇത് നോക്കി ശ്രദ്ധിച്ചിട്ട് ഇത് പറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറൊക്കെ കുറയും കേട്ടോ. ഉള്ള സത്യമാണ് ഞാൻ പറയണേ. രാവിലെ ഒരു ഇത്തിരി പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള നേരത്തൊന്ന് വന്നിട്ട് ഇതുപോലെ പുല്ല് പറിക്കുകയാണെങ്കിലേ നമ്മുടെ വയറും നമ്മുടെ ആരോഗ്യം ഒക്കെ നന്നാവും. അപ്പോൾ കൃഷി എന്ന് പറയണത് നമുക്ക് ലാഭം മാത്രമല്ല, ലാഭമുണ്ട് ശരിക്കും ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പൈസ കൊണ്ട് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ലാഭം മാത്രമല്ലെങ്കിലും നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നന്നാവും. ഇപ്പോൾ നമ്മളൊരു 35-40 കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ തിരക്കുകളൊക്കെ ഒന്നും ഒഴിയും ഇല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൃഷിയിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ പുല്ലുകളൊക്കെ വലിച്ച്, അപ്പോൾ നമുക്കൊരു നേരം പോക്കും കൂടിയാണ്. അപ്പോൾ ഇവിടെയും വൃത്തിയായി ഉണ്ട്. ഇപ്പോൾ ഈ ഏരിയ ഒക്കെ വൃത്തിയായി, നമ്മുടെ കയ്യിൽ പുല്ല് കിട്ടി, പുല്ല് വളമാക്കി, എന്തൊക്കെ കാര്യം നമുക്ക് ചെയ്യാം. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, നമുക്കിതൊക്കെ ഭംഗിയാക്കാൻ പറ്റും. നമുക്കൊന്നിനും നേരമില്ലെങ്കിൽ നമുക്ക് ഒരു കാലത്തും നേരം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പച്ചക്കറി നട്ട് ഗ്രോ ബാഗിലോ എവിടെയെങ്കിലും നട്ടാൽ ഇതുപോലെ നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒക്കെ എന്താ പറയുക, ആരോഗ്യം സൗഖ്യം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വന്ന് ഒറ്റയ്ക്ക് നമുക്ക് ഇതിനോടൊക്കെ സംസാരിച്ച് നേരം പോക്കുമായി. ചീരയാണെങ്കിൽ നല്ല നനവുള്ളടത്ത് നന്നായിട്ട് വളരും. ചീരയേക്കാളധികം അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യമില്ലാത്തവരും വളരും. അപ്പോൾ ഈ വേസ്റ്റ് കൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിങ്ങനെ കൂട്ടി വെച്ച്, ഇത് പച്ചയല്ലേ, അപ്പോൾ ഈ വളങ്ങളും നല്ലതാണ് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് ശേഖരിക്കാം. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പച്ചക്കറി കൃഷി നടത്തുമ്പോൾ നമുക്ക് ഉപയോഗമുള്ളത്. ഏത് ജോലിയും പോലെ പച്ചക്കറി ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വേസ്റ്റ് ഇല്ലാതെ 100% ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുല്ലിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റിലേക്കായി. അപ്പോൾ ആ ഒരു ഐഡിയ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ രാവിലെ അത് പറിച്ച് അത് കൂട്ടി വെച്ച് അത് ഒപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിൽ കൊണ്ടിടുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ട്ടാ.